ആശാസമരം തുടരുന്നതിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷമാണ് കൂടിക്കാഴ്ച. കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ എത്തിയിരുന്നുവെങ്കിലും നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നേരത്തെ ആരോഗ്യമന്ത്രിയുടെ ഡൽഹി യാത്ര വലിയ തോതിൽ വിവാദമായ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പറഞ്ഞ് പുറപ്പെട്ടതാണ്. പക്ഷേ അങ്ങനെ സമയം അനുവദിച്ചിരുന്നില്ല. പിന്നീട് മറ്റൊരു ചടങ്ങിൽ ആയിരുന്നു മന്ത്രി പങ്കെടുത്തത്. ഇപ്പോൾ കൃത്യമായി സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിടുകയും പ്രശ്നപരിഹാരം ഇപ്പോഴും അകലെയായിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായി സർക്കാർ തലത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ആശാ വർക്കർമാരുമായി NHM ഡയറക്ടറും ആരോഗ്യമന്ത്രിയും നേരിട്ട് ചർച്ച നടത്തിയിരുന്നെങ്കിലും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകളൊന്നും അതിൽ ഉരുത്തിരിഞ്ഞിരുന്നില്ല. അതിന് പിന്നാലെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്താൻ വീണ ജോർജ് ശ്രമിക്കുകയും പക്ഷേ പിന്നീട് അത് നടക്കാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായത്. അതിന്റെ പേരിൽ പിന്നീട് രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അനുമതി തേടാതെയാണ് ആരോഗ്യമന്ത്രി അവിടേക്ക് എത്തിയത്. അതുകൊണ്ടാണ് കാണാൻ കഴിയാതെ പോയത് എന്ന തരത്തിലൊക്കെയായിരുന്നു BJP നേതൃത്വം അതിനെ വിശദീകരിച്ചത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കോ 4 മണിക്കോ ആയിരിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പരമാവധി സഹായം ആശാ വർക്കർമാർക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇടപെടൽ, അങ്ങനെയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകുന്ന വിവരം. അതോടൊപ്പം 2023-24 വർഷത്തെ ഈ പ്രത്യേക ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ട് 1 രൂപ പോലും സംസ്ഥാനത്തിന് ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. അതിന് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം കേന്ദ്രത്തിന്റെ ലോഗോ ബ്രാൻഡ് ചെയ്യാൻ സംസ്ഥാനം തയ്യാറാകാതിരുന്ന പശ്ചാത്തലത്തിലാണ് അങ്ങനെ 100 കോടിയിലധികം വരുന്ന ഒരു വലിയ തുക ലാപ്സ് ആയത് എന്നാണ്. അത് ഏതെങ്കിലും തരത്തിൽ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും കേന്ദ്ര ആരോഗ്യമന്ത്രി എന്ത് ഉറപ്പായിരിക്കും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നൽകുന്നത് എന്നതാകും ആശാ വർക്കർമാരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഇന്ന് ഈ സൂചിപ്പിക്കുന്ന പോലെ പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുകയാണല്ലോ. കഴിഞ്ഞ ദിവസം മുടി മുറിച്ചുകൊണ്ടുള്ള പ്രതിഷേധമടക്കം നടക്കുന്നുണ്ട്. ഇപ്പോഴും സർക്കാർ സംവിധാനവും CPM ഒക്കെ ഈ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മുറിച്ചത് അയക്കേണ്ടത് കേന്ദ്രത്തിലേക്കായിരുന്നു എന്ന തരത്തിലടക്കം CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കൂടിക്കാഴ്ച നടത്തി എന്നതുകൊണ്ട് ഈ ആശാസമരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനാകുമോ? തുടക്കം മുതൽ ആശാ പ്രവർത്തകർ പറയുന്നത് ഇത് രണ്ടായി കാണണമെന്നാണല്ലോ. തീർച്ചയായിട്ടും. അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നിരിക്കെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കണ്ണിൽ പൊടിയിടാനായിട്ടാണ് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് അവർ ശ്രമിച്ചപ്പോൾ ആശാ വർക്കർമാരും സമരസമിതിയുമൊക്കെ നടത്തിയ വിമർശന വിധേയമായിട്ടുള്ള പ്രതികരണങ്ങൾ. ആ നിലപാടിൽ ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഇല്ല. മാത്രവുമല്ല, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും നടത്തുകയുമില്ല. ഇൻസെന്റീവുകൾ മാത്രമാണ്, വിവിധ പദ്ധതികളുടെ ഇൻസെന്റീവുകൾ മാത്രമാണ് കേന്ദ്ര പദ്ധതികളിലൂടെ സംസ്ഥാനത്തിന് ആശമാർക്ക് നൽകാൻ കഴിയുന്നതും. അവിടെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആണെന്നിരിക്കെ ഇന്നിങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിലൂടെ ഫലദായകമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ആശമാർക്ക് അനുകൂലമായി കൊണ്ടുവരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു സന്ദേഹം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു ചർച്ച നടത്തുന്നു ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ സംസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ ഏറ്റവും അധികം ഓണറേറിയം ആശമാർക്ക് നൽകുന്ന സംസ്ഥാനം കേരളമാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധിക സഹായം നൽകണമെങ്കിൽ അത് കേന്ദ്രത്തിന്റെ ഒരു സഹായം കൂടി ലഭിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു സഹായം അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി നിലവിൽ സംസ്ഥാനത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സഹായത്തിന് കേന്ദ്രം തയ്യാറാകുമോ എന്ന കാര്യമൊക്കെ ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയും സംസ്ഥാന ആരോഗ്യമന്ത്രിയും തമ്മിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച. ആശാ സമരം 50 ദിവസം പിന്നിട്ട പശ്ചാത്തലമുണ്ട്. 50-ാം ദിവസമായിരുന്നു വലിയ തോതിൽ പ്രതിഷേധം കടുപ്പിച്ചത്. മുടിമുറിച്ചുകൊണ്ടുള്ള പ്രതിഷേധമടക്കം ആശമാർ നടത്തുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്.